നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പ്. ഭാരതം ശക്തമായി തിരിച്ചടിച്ചു. അതേസമയം ഭാരതം ഏതു നിമിഷവും തിരിച്ചടിക്കുമെന്ന ഭയപ്പാടിലാണ് പാകിസ്ഥാൻ. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പാക് പ്രകോപനം നിയന്ത്രണ രേഖയിൽ ഇങ്ങനെ തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിൽ വെടിവയ്പ് നടക്കുന്നതായാണ് വിവരം. ഭാരതം ശക്തമായ തിരിച്ചടി തന്നെയാണോ നൽകിക്കൊണ്ടിരിക്കുന്നത്? രോഹിണി, തുടർച്ചയായ 6ാം ദിവസമാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത്. ഇന്നലെ രാത്രിയിൽ നൌഷേര, സുന്ദർബനി, അതേപോലെ തന്നെ അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പുണ്ടായത്. പ്രധാനമായും അപ്രതീക്ഷിതമായാണ് രാത്രിയിൽ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത്. പാകിസ്ഥാൻ റേഞ്ചേഴ്സാണ് വെടിയുതിർത്തത്. എന്നാൽ BSF ശക്തമായ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 6 ദിവസവും വെടിവയ്പുണ്ടായപ്പോൾ ഭാരതത്തിൻ്റെ സൈന്യം BSF ശക്തമായി തന്നെ തിരിച്ചടിക്കുകയുണ്ടായി. ഇന്നലെ രാത്രിയിലും വെടിവെപ്പുണ്ടായപ്പോഴും യന്ത്രത്തോക്കുകൾക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു ഭയത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഭീതിയിലാണ് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി അട്ടാഉള്ള തരാർ ഇന്നലെ അത്തരമൊരു പ്രസ്താവന ഇറക്കി. 24 മുതൽ 36 മണിക്കൂറിനകം പാകിസ്ഥാൻ ഭാരതം ആക്രമിച്ചേക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി അട്ടാഉള്ള തരാർ വ്യക്തമാക്കിയത്. ഏതായാലും ഭാരതം ഏത് തരത്തിലുള്ള ആക്രമണത്തിനും തയ്യാറാണ് എന്നുള്ളതാണ് ഇതിനോടകം വ്യക്തമായത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 സൈനിക മേധാവിമാരെയും വിളിച്ചു വരുത്തിയിരുന്നു. കര, നാവിക, വ്യോമസേന മേധാവിമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത്. കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം സൈന്യത്തിൻ്റെ, അതേപോലെ തന്നെ വ്യോമസേന, നാവികസേന തലവന്മാർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഏതായാലും ഇന്നിപ്പോൾ ഡൽഹിയിൽ ക്യാബിനറ്റ് യോഗം കൂടി ചേരുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷേ പാകിസ്ഥാൻ്റെ ഭീതി, ആ ഒരു ക്യാബിനറ്റ് യോഗത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു ഭീതി അവർ പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ക്യാബിനറ്റ് യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാബിനറ്റ് യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള ഭയമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കുവാൻ കാരണമായതും. ഏതായാലും ഇത്തരം സൈനിക പോസ്റ്റുകൾ, ഈ BSFൻ്റെ പോസ്റ്റുകൾക്ക് നേരെ ഈ അക്രമം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ BSFന് നൽകിക്കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ ISI ഭീകരർ ആക്രമണം നടത്തുവാൻ പദ്ധതിയിടുന്നു എന്നുള്ളത് ഇൻ്റലിജൻസ് ബ്യൂറോയും മിലിറ്ററി ഇൻ്റലിജൻസും റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയ സാഹചര്യമാണ്. തന്ത്രപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയ ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം എന്താണ് പാകിസ്ഥാൻ്റെ ഭാവി, അല്ലെങ്കിൽ ഭാരതം എങ്ങനെയാകും പാകിസ്ഥാനെ നേരിടുക എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏകദേശ രേഖ വ്യക്തമാകും. രോഹിണി.